2026 ചെയ്യാൻ പറ്റിയ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ വീൽ കവേഴ്സ്. എന്തുകൊണ്ടല്ലേ പറഞ്ഞുതരാം. ഒരു കമ്പനി അലോയ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നോക്കിയിട്ടാണ് ചെയ്യാറ്. ലൈറ്റ് വെയിറ്റും ഡ്യൂറബിലിറ്റിയും എല്ലാത്തിനെയും പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് ഒരു അലോയ് വീൽസ് ഒരു കമ്പനി പുറത്തിറക്കുന്നത്. പക്ഷേ നമ്മൾ അതിൽ വീൽ കവർ വെക്കുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ സ്ക്രൂ ചെയ്തിട്ടാണ് വെക്കുക, അല്ലെങ്കിൽ ടൈ ചെയ്തിട്ടാണ് വെക്കുക. അപ്പോൾ ആ വീലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് നമ്മൾ ഡിസ്ട്രിപ്റ്റ് ചെയ്തു. അപ്പോൾ അതിന്റെ ആ പെർഫോമൻസും കാര്യങ്ങളും അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെ നമുക്ക് സൈഡാക്കി വെച്ചാൽ കൂടി വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അവിടെ സാക്രിഫൈസ് ആവാണ്. അത് നമ്മുടെ ബ്രേക്കിംഗ് ആണ്. ബ്രേക്സിന്റെ റോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക് ഫെയിൽ ആവാൻ വരെ ചാൻസ് ഉണ്ട്. ഒരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു വിൻഡ് ബ്ലാസ്റ്റ് അവിടെ സംഭവിക്കും. അപ്പോൾ ആ വിൻഡ് ബ്ലാസ്റ്റിനെ ഒന്ന് ഓക്കെ ആക്കാനായിട്ടാണ് ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൽ കൂടെ നമ്മളുടെ എയർ ഫ്ലോ ആവും. എന്നിട്ട് നമ്മളവിടെ ഒരു എയർ ഫ്ലോ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മളവിടെ വീൽ കാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിന്റെ സ്റ്റെബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവിടെ നഷ്ടപ്പെടുകയാണ്. ജസ്റ്റ് ഒരു ഷോ ബൈക്ക്, അതായത് നമുക്ക് ഓടിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ഒരു ഷോ കേസിന് വെക്കുന്ന ഒരു ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം വീൽ കവർ വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി പർപ്പസിന്റെ ബൈക്കിന് ഒരിക്കലും നമ്മളവിടെ ഒരു വീൽ കവർ വെക്കാൻ പാടില്ല. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.